ഈശോയുടെ സമാധാനം നമ്മുടെ ഹൃദയങ്ങളെ ഭരിക്കട്ടെ. ഇന്ന് നാം ധ്യാനിക്കാൻ ആഗ്രഹിക്കുന്നത് സാത്താനെയും അവൻ്റെ കുടിലതന്ത്രങ്ങളെക്കുറിച്ചാണ്. വിശുദ്ധ ലിഖിതത്തിലൂടെ നമുക്കൊന്ന് കണ്ണോടിക്കാം. സാത്താൻ ആരാണ്? എന്താണ് അവൻ്റെ പ്രവർത്തനങ്ങൾ? നാം ആത്മീയ ജീവിതം നയിക്കാൻ ആഗ്രഹിച്ചാൽ, നിത്യജീവന് വേണ്ടി നാം ഈ ഭൂമിയിൽ എന്തെങ്കിലും അധ്വാനിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, നാം അറിഞ്ഞിരിക്കേണ്ട ഒരു വലിയ രഹസ്യമാണ് പിശാച് ആരാണ്, എന്തൊക്കെയാണ് സാത്താൻ്റെ കുടിലതന്ത്രങ്ങൾ, അവൻ എങ്ങനെയാണ് നമ്മളെ ഓരോരുത്തരെയും വഴിതെറ്റിക്കുന്നത്. ഇവയെക്കുറിച്ചെല്ലാം നാം അറിഞ്ഞിരിക്കണം. പലർക്കും സംശയമുള്ള ഒരു ചോദ്യമാണ്, സാത്താൻ ഉണ്ടോ? അവൻ എങ്ങനെയാണ് വരുന്നത്? ഈ കാലഘട്ടത്തും അവൻ്റെ പ്രവർത്തനം ഈ ഭൂമിയിൽ നടക്കുന്നുണ്ടോ? വിശുദ്ധ ലിഖിതത്തിലൂടെ നാം കടന്നു പോകുമ്പോൾ സാത്താൻ എങ്ങനെയാണ് ഉണ്ടായതെന്നും അവൻ എങ്ങനെ മനുഷ്യ മക്കളെ വഴിതെറ്റിക്കുന്നുവെന്നും നമുക്കൊന്ന് പരിശോധിക്കാം. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 14 അധ്യായം 9 മുതൽ 14 വരെയുള്ള തിരുവചനത്തിൽ, അവൻ ദൈവത്തിൻ്റെ ഒരു മാലാഖ ആയിരുന്നു. അവന് അഹങ്കാരം വന്നു. നീ ചെല്ലുമ്പോൾ സ്വീകരിക്കുവാൻ താഴെ പാതാളം ഇളകിമറിയുന്നു. നിന്നെ സ്വാഗതം ചെയ്യാൻ അത് ഭൂമിയിലെ അധുവന്മാരായിരുന്നവരുടെ പ്രേതങ്ങളെ ഉണർത്തുന്നു. ജനതകളുടെ രാജാവായിരുന്നവരെ അത് സിംഹാസനത്തിൽ നിന്ന് എഴുന്നേൽപ്പിക്കുന്നു. അവർ നിന്നോട്, നീയും ഞങ്ങളെപ്പോലെ ബലഹീനനായി, നീയും ഞങ്ങൾക്ക് തുല്യനായി എന്ന് പറയുന്നു. നിന്റെ പ്രതാപവും വാദ്യഘോഷങ്ങളും പാതാളത്തിലേക്ക് താഴ്ത്തപ്പെട്ടിരിക്കുന്നു. കീടങ്ങളാണ് നിന്റെ കിടക്ക, പുഴുക്കളാണ് നിന്റെ പുതപ്പ്. ഉഷസ്സിൻ്റെ പുത്രനായ പ്രഭാത നക്ഷത്രമേ, നീ എങ്ങനെ ആകാശത്തുനിന്ന് വീണു? ലൂസിഫർ എന്നായിരുന്നു ആ മാലാഖയുടെ പേര്. പറയാണ്, ഉഷസ്സിൻ്റെ പുത്രനായ പ്രഭാത നക്ഷത്രമേ, നീ എങ്ങനെ ആകാശത്തു നിന്ന് വീണു? നീ തന്നെത്താൻ പറഞ്ഞു, ഞാൻ സ്വർഗത്തിലേക്ക് കയറും. ഉന്നതത്തിൽ ദൈവത്തിൻ്റെ നക്ഷത്രങ്ങൾക്കുപരി എൻ്റെ സിംഹാസനം ഞാൻ സ്ഥാപിക്കും. ഉത്തരദിക്കിലെ അതിർത്തിയിലെ സമാഗമ പർവ്വതത്തിൻ്റെ മുകളിൽ ഞാൻ ഇരിക്കും. ഉന്നതമായ മേഘങ്ങൾക്ക് മീതെ ഞാൻ കയറും. ഞാൻ അത്യുന്നതനെ പോലെ ആകും. എന്നാൽ നീ പാതാളത്തിൻ്റെ അഗാധത്തിലേക്ക് നിബന്ധിക്കപ്പെട്ടിരിക്കുന്നു. ലൂസിഫർ എന്ന പ്രകാശത്തിൻ്റെ എല്ലാ രഹസ്യങ്ങളും അറിയാമായിരുന്ന ആ മാലാഖയ്ക്ക് ദൈവത്തേക്കാൾ വലിയവനാകാൻ എന്നൊരു ചിന്ത ഉണ്ടായി. എസെക്കിയേൽ പ്രവാചകൻ്റെ പുസ്തകം 28 അധ്യായം 1 മുതൽ 9 വരെയുള്ള തിരുവചനത്തിൽ ഇവിടെ പറയുന്നുണ്ട്, തീർച്ചയായും നീ ദാനിയേലിനേക്കാൾ ബുദ്ധിമാനാണ്. ഒരു രഹസ്യവും നിന്നിൽ നിന്ന് മറഞ്ഞിരിക്കുകയില്ല. ഈ മാലാഖയ്ക്ക് ദൈവത്തിൻ്റെ എല്ലാ രഹസ്യങ്ങളും അറിയാമായിരുന്നു. ദൈവമായ കർത്താവ് അനേക രഹസ്യങ്ങൾ ഈ മാലാഖയായിരുന്നു ഏൽപ്പിച്ചിരുന്നത്. കാറ്റക്കിസം ഓഫ് കാത്തലിക് ചർച്ച് നമ്മെ പഠിപ്പിക്കുകയാണ്, നമ്മുടെ ആദി മാതാപിതാക്കന്മാരെ വഞ്ചിച്ച് വഴിതെറ്റിച്ച അതിൻ്റെ പിന്നിലെ ആ സ്വരം നിബന്ധിച്ച മാലാഖ ആയിരുന്നു എന്നാണ്. വിശുദ്ധ ലിഖിതവും സഭാ പാരമ്പര്യവും ഈ സ്വരത്തിന് ഹേതുവായ യഥാർത്ഥത്തിൽ നിബന്ധിച്ച മാലാഖയായെന്ന് തിരിച്ചറിഞ്ഞു. സാത്താൻ, പിശാച് എന്ന പേരുകളിൽ അവൻ അറിയപ്പെടുന്നു. അവ ആദ്യം ദൈവസൃഷ്ടിയായ ഒരു നല്ല മാലാഖ ആയിരുന്നുവെന്നാണ് സഭാപ്രബോധനം. പിശാചും മറ്റു ദുർഭൂതങ്ങളും പ്രകൃതിയാൽ നല്ലവരായി ദൈവത്താൽ സൃഷ്ടിക്കപ്പെട്ടവരായിരുന്നു. എങ്കിലും അവർ സ്വയം ദാസന്മാരായി തീർന്നു. ഇവിടെ എല്ലാം പറയുകയാണ്, പിശാചുക്കളും ഭൂതങ്ങളും എല്ലാം ദൈവത്താൽ സൃഷ്ടിക്കപ്പെട്ടവരായിരുന്നു. അവർ നല്ലവരായിരുന്നു. സമയം ഈ നിബന്ധിച്ച ലൂസിഫറിൻ്റെ അടിമയായി അവർ സ്വയം ദാസന്മാരായിട്ട് തീർന്ന് പിശാചിൻ്റെ കൊച്ചു അവതാരങ്ങളായിട്ട് ഓരോരുത്തരും തീർന്നു. ഈ മാലാഖയുടെ പാപത്തെക്കുറിച്ച് വിശുദ്ധ ലിഖിതം പ്രസ്താവിക്കുന്നുണ്ട്. മൗലികമായും തിരിച്ചെടുക്കാനാവാത്ത വിധത്തിലും ദൈവത്തെയും അവിടുത്തെ ഭരണത്തെയും നിരാകരിച്ച സൃഷ്ടിയായ അരൂപികളുടെ സ്വതന്ത്രമായ തിരഞ്ഞെടുപ്പാണ് മാലാഖമാരുടെ പതനം. അവർ സ്വതന്ത്രമായിട്ട് ദൈവത്തെ നിഷേധിക്കുകയും ദൈവത്തിൻ്റെ സ്ഥാനത്ത് എത്തപ്പെടുവാൻ ആഗ്രഹിക്കുകയും ചെയ്തത് വഴി അവർ അധപതിക്കുകയാണ് ചെയ്തത്.
പലരുടെയും ചിന്താഗതി ഇങ്ങനെയാണ്: പിശാചുക്കളോട് ദൈവത്തിന് ക്ഷമിക്കത്തില്ലേ? ഇവിടെ പറയുകയാണ്, മരണശേഷം മനുഷ്യർക്ക് മനസ്താപം സാധ്യമല്ലാത്തതുപോലെ മാലാഖമാർക്ക് അവരുടെ പതനശേഷവും മനസ്താപം സാധ്യമല്ല. നാം ഓരോരുത്തരും മരിച്ചു കഴിഞ്ഞാൽ പിന്നീട് നാം അനുതപിക്കാൻ ആലോചിച്ചാൽ മനുഷ്യരായ നമുക്ക് അത് സാധിക്കാത്തതുപോലെ മാലാഖമാരുടെ അവർ അരൂപിയാണ്. അവരുടെ ഒരു പ്രത്യേകതയാണ് അവർക്ക് പതനശേഷം മനസ്താപം സാധ്യമല്ല എന്നുള്ളത്. എങ്കിലും പിശാചിൻ്റെ ശക്തി അനന്തമല്ല. അവൻ ഒരു സൃഷ്ടി മാത്രമാണ്. പൂർണ്ണമായ അരൂപി എന്ന നിലയിൽ അവൻ ശക്തനാണെങ്കിലും അവൻ എന്നും ഒരു സൃഷ്ടിയാണ്. ദൈവരാജ്യത്തിൻ്റെ നിർമ്മിതി തടയുവാൻ അവൻ ശക്തനല്ല. ദൈവത്തോടും യേശുക്രിസ്തുവിൻ്റെ സാക്ഷാത്കൃതമാകുന്ന ദൈവരാജ്യത്തോടും തികഞ്ഞ വിദ്വേഷത്തോടെ പിശാച് ഈ ലോകത്തിൽ പ്രവർത്തിച്ചേക്കാം. പക്ഷേ അവന് ദൈവത്തിൻ്റെ പ്രവർത്തനങ്ങളെ തടസ്സപ്പെടുത്താൻ സാധിക്കത്തില്ല. നമ്മുടെയൊക്കെ ജീവിതത്തിലേക്ക് നാം കടന്നു വരുമ്പോൾ സാത്താന് പലതരത്തിൽ നമ്മളെ ബ്ലോക്ക് ചെയ്യാൻ സാധിക്കും. അത് കുറച്ച് സമയത്തേക്ക് അവന് സാധിക്കത്തുള്ളൂ. പക്ഷേ ദൈവരാജ്യത്തിൻ്റെ പ്രവർത്തനത്തെ അവന് തടസ്സപ്പെടുത്തുവാൻ സാധിക്കുകയില്ല. എന്നിട്ട് പറയാണ്, പൈശാചിക പ്രവർത്തനത്തെ ദൈവം അനുവദിക്കുന്നുവെന്നത് വലിയ ഒരു രഹസ്യമാണ്. ലൂസിഫറിൻ്റെ വിശേഷിച്ച പദമായിരുന്നു പുലർക്കാല നക്ഷത്രം എന്നുള്ളത്. എന്നാൽ നീതിസൂര്യനായ ആ ദൈവത്തിൻ്റെ അമ്മയായപ്പോൾ പരിശുദ്ധ കന്യാമറിയത്തെ വിളിക്കുന്നത് പുലർക്കാല നക്ഷത്രമേ അഥവാ മോർണിംഗ് സ്റ്റാർ എന്നാണ്. പരിശുദ്ധ കന്യാമറിയം ആ ദൈവഹിതത്തിന് പൂർണ്ണമായിട്ട് കീഴ്വഴങ്ങിയപ്പോൾ നമ്മുടെ ആദിമാതാവായ ഹൗവ ചെയ്ത പാപത്തിന് പരിഹാരം ചെയ്യുവാൻ പരിശുദ്ധ കന്യാമറിയം അനുസരണത്തിലൂടെ അപമാനം സ്വീകരിച്ചപ്പോൾ ആ പ്രഭാത നക്ഷത്രമായിട്ട് പരിശുദ്ധ കന്യാമറിയം മാറുകയാണ്. മാലാഖമാരെ നയിച്ചിരുന്നത് ലൂസിഫറായിരുന്നു. അവൻ അഹങ്കരിച്ച് ദൈവത്തെക്കാൾ വലിയവനാകാൻ തീരുമാനിച്ചപ്പോൾ അവൻ താഴ്ന്ന് പാതാളത്തിലേക്ക് എറിയപ്പെട്ടപ്പോഴും പരിശുദ്ധ കന്യാമറിയത്തിന് മാലാഖമാരുടെ നേതൃത്വ സ്ഥാനം നൽകി. അതുകൊണ്ടാണ് ലുത്തീനിയയിൽ നമ്മൾ പാടുന്നത്, മാലാഖമാരുടെ രാജ്ഞിയെ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ എന്ന്. അനേക വിശുദ്ധർ സാത്താൻ്റെ ഉപദ്രവങ്ങൾ ഉണ്ടായപ്പോൾ പരിശുദ്ധ കന്യാമറിയത്തിൻ്റെ മധ്യസ്ഥം തേടിയാണ് അവർക്ക് ശക്തി ലഭിച്ചതും സാത്താനെ കീഴടക്കാൻ സാധിച്ചതും. ഓരോ നന്മ നിറഞ്ഞ മറിയമേ എന്ന പ്രാർത്ഥന ചൊല്ലുമ്പോൾ നമ്മൾ സാത്താൻ്റെ തലയിൽ ചുറ്റിക കൊണ്ട് ഇടിക്കുന്നതിന് തുല്യമാണെന്ന്. കാരണം അവന് നഷ്ടമായ എല്ലാ സ്ഥാനങ്ങളും പരിശുദ്ധ കന്യാമറിയത്തിനാണ് ദൈവമായ കർത്താവ് നൽകിയത്. അതുകൊണ്ട് നമുക്ക് സാത്താനെ തകർക്കുവാനുള്ള ഏക ആയുധമായിട്ട് പരിശുദ്ധ ജപമാല നമുക്ക് ചൊല്ലാം. പരിശുദ്ധ കന്യാമറിയത്തിൻ്റെ മധ്യസ്ഥം നമുക്ക് യാചിക്കാം. ഓരോ നന്മ നിറഞ്ഞ മറിയമേയും ആവർത്തിക്കുമ്പോൾ സാത്താൻ്റെ തല തകർക്കുകയാണ് ചെയ്യുന്നത്. ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായം 26-ഉം 27-ഉം തിരുവചനത്തിൽ ദൈവം തൻ്റെ ഛായയിലും സാദൃശ്യത്തിലും മനുഷ്യനെ സൃഷ്ടിച്ചു. നാം ഉൽപ്പത്തി പുസ്തകം 3-ാം അധ്യായത്തിലൂടെ കടന്നു പോകുമ്പോൾ ദൈവത്തിൻ്റെ ഛായയിൽ സൃഷ്ടിക്കപ്പെട്ട നമ്മുടെ ആദി മാതാപിതാക്കന്മാർ തോട്ടത്തിൽ ദൈവത്തോടൊപ്പം ഉലാത്തുമായിരുന്നു. കാരണം അത്രമാത്രം അവർ ഒന്നായിരുന്നു ദൈവവും മനുഷ്യനും തമ്മിൽ. ഈ ഒരു സൗഹൃദം കണ്ടപ്പോൾ ജ്ഞാനത്തിൻ്റെ പുസ്തകം 2-ാം അധ്യായം 23 മുതൽ 25 വരെയുള്ള തിരുവചനം നമ്മെ പഠിപ്പിക്കുന്നു. ദൈവം മനുഷ്യനെ അനശ്വരതയ്ക്ക് വേണ്ടി സൃഷ്ടിച്ചു. തൻ്റെ അനന്തതയുടെ സാദൃശ്യത്തിൽ അവിടുന്ന് അവനെ സൃഷ്ടിച്ചു. എന്നാൽ പിശാചിൻ്റെ അസൂയ നിമിത്തം മരണം ലോകത്തിൽ പ്രവേശിച്ചു. അവൻ്റെ പക്ഷക്കാർ അത് അനുഭവിക്കുന്നു. അനശ്വരതയ്ക്ക് വേണ്ടി സൃഷ്ടിക്കപ്പെട്ട നമ്മൾ ആ സ്നേഹത്തിൽ വസിക്കുന്ന കണ്ട് സാത്താന് അസൂയ ഉണ്ടായി അവൻ ആദിമാതാവിൻ്റെ അടുത്തേക്ക് വഞ്ചനാത്മകരമായി വന്ന് ചോദിക്കുകയാണ്, തോട്ടത്തിലെ ഒരു വൃക്ഷത്തിൻ്റെയും പഴം തിന്നരുതെന്ന് ദൈവം കൽപ്പിച്ചിട്ടുണ്ടോ എന്ന്. നമുക്ക് നമ്മുടെ ജീവിതത്തിലേക്ക് ഒന്ന് കടന്നു വരുമ്പോൾ നാം ഒരു കാര്യം വേണ്ട എന്ന് വെച്ച് തീരുമാനിച്ചു കഴിയുമ്പോൾ ആദ്യം നമ്മളെ ടെംപ്റ്റ് ചെയ്യുന്ന ആരാണ്? സാത്താൻ നേരിട്ട് വന്നല്ല, അത്
മറ്റുള്ള വ്യക്തികളിലൂടെ വന്ന് നമ്മളെ ഓരോരുത്തരെയും പ്രലോഭിപ്പിക്കുന്നു. ദൈവമായ കർത്താവ് അവിടെ ഒരു കാര്യം പറഞ്ഞിരുന്നു, തോട്ടത്തിൻ്റെ നടുവിലുള്ള വൃക്ഷത്തിൻ്റെ പഴം ഭക്ഷിക്കുകയോ തൊടുക പോലും ചെയ്യരുതെന്ന്. അപ്പം ഇവൻ വളരെ തന്ത്രപൂർവ്വം വന്ന് ചോദിക്കുകയാണ്. അതാണ് വിശുദ്ധ പൗലോസ്ലീഹ 2 കൊരിന്തോസ് 11:3 പറയുന്ന, സർപ്പം ഹൗവായെ തന്ത്രപൂർവ്വം ചതിച്ചതുപോലെ നിങ്ങളുടെ ചിന്തകൾ ക്രിസ്തുവിലുള്ള ലാളിത്യത്തിൽ നിന്നും വിശുദ്ധിയിൽ നിന്നും വ്യതിചലിപ്പിക്കപ്പെടുമോ എന്ന് ഞാൻ ഭയപ്പെടുന്നു എന്ന്. സാത്താൻ എങ്ങനെയാണ് നമ്മളെ ഓരോരുത്തരെയും ചതിക്കുന്നത്? നമ്മൾ വിചാരിക്കുന്ന രീതിയിലായിരിക്കും. ഇവിടെ പറയുന്ന തന്ത്രപൂർവമാണ് ചതിച്ചത്. അപ്പം അവൾ സിമ്പിളായിട്ട് ആൻസർ പറഞ്ഞു, ദൈവം പറഞ്ഞിട്ടുണ്ട് തോട്ടത്തിൻ്റെ നടുവിലുള്ള വൃക്ഷത്തിൻ്റെ പഴം തൊടുകയോ സ്പർശിക്കുകയോ പോലും ചെയ്തപ്പം അവൻ നൽകിയ ചിന്ത എന്താണ്? അവനുണ്ടായിരുന്ന അതേ മനോഭാവം യെശയ്യാ പ്രവാചകനോട് നാം കണ്ടു. ദൈവത്തേക്കാൾ വലിയവനാകാനുള്ള ഒരു ആഗ്രഹം അവനുണ്ടായതുകൊണ്ട് മനുഷ്യൻ്റെ അടുത്ത് വന്ന് പറയാണ്, ഇത് തിന്നുന്ന ദിവസം നിങ്ങൾ ദൈവത്തെ പോലെ ആകുമെന്നും ദൈവത്തിന് അറിയാം എന്ന്. അപ്പം മനുഷ്യനും ചിന്തിച്ചു, ആ ഒരു ചിന്ത മനുഷ്യൻ്റെ ഉള്ളിൽ കൊണ്ടുപോയിട്ടു. അങ്ങനെ അവളത് പറിച്ചു തിന്നു, ഭർത്താവിനും കൊടുത്തു, അവനും അത് തിന്നു. എന്താണ് ഇവിടെ സംഭവം? അനുസരണക്കേടിലൂടെ സാത്താൻ്റെ പ്രവൃത്തിയിൽ നമ്മൾ ഓരോരുത്തരും പങ്കുചേർന്നു. അന്ന് സർപ്പത്തിൻ്റെ രൂപത്തിലാണ് സാത്താൻ വന്നെങ്കിൽ ഇന്ന് നമ്മുടെ അടുത്ത് സാത്താൻ വരുന്നത് നമ്മളുടെ ജീവിതത്തിൽ എന്താണ് വീക്ക്നെസ് ഉള്ളത്, ഏറ്റവും മൈന്യൂട്ട് പോയിന്റിലായിരിക്കും സാത്താൻ വന്ന് അവൻ്റെ പ്രവർത്തനം ആരംഭിക്കുന്നത്. നമ്മൾ ഇതൊന്നും അറിയുകയില്ല. അതുകൊണ്ട് ഈശോയ്ക്ക് വേണ്ടി ജീവിക്കാൻ ആഗ്രഹിക്കുന്നെങ്കിൽ, ആത്മീയ ജീവിതം നയിക്കാൻ ആഗ്രഹിക്കുന്ന ഓരോ വ്യക്തിയും സൂക്ഷ്മമായിട്ട് ഓരോ കാര്യങ്ങൾ പരിശോധിക്കണം. അവർ ദൈവത്തെക്കാൾ വലിയവനും ദൈവത്തെപ്പോലെ ആകാനും ആഗ്രഹിച്ചതുകൊണ്ടാണ് നമ്മുടെ ദൈവമായ കർത്താവ് നമ്മെ രക്ഷിക്കാൻ വേണ്ടി ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനം 2 6-11 വരെയുള്ള തിരുവചനത്തിൽ ദൈവത്തിൻ്റെ രൂപത്തിലായിരുന്നെങ്കിലും അവൻ ദൈവമായുള്ള സമാനത നിലനിർത്തേണ്ട ഒരു കാര്യമായി പരിഗണിച്ചില്ല. തന്നെ ശൂന്യനാക്കിക്കൊണ്ട് ദാസൻ്റെ രൂപം സ്വീകരിച്ചു മനുഷ്യരുടെ സാദൃശ്യത്തിൽ ആയിത്തീർന്ന്. ഇവിടെ പറയുകയാണ്, ദൈവത്തിൻ്റെ രൂപത്തിലായിരുന്ന ദൈവവുമായിട്ടുള്ള സമാനത നിലനിർത്തേണ്ട ഒരു കാര്യമായി പരിഗണിക്കാതെ തന്നെ ശൂന്യനാക്കുകയാണ്. അപ്പം ദൈവത്തിൻ്റെ രൂപത്തിൽ നിന്ന് ഇറങ്ങി വന്ന് മനുഷ്യനായി. അന്നത്തെ കാലത്തെ ഏറ്റവും നീചമായ മരണമായിരുന്നു കുരിശുമരണം. ഗലാത്തി 3:13 പറയുന്നുണ്ട്, മരത്തിൽ തൂക്കുന്നവൻ ശപിക്കപ്പെട്ടവൻ എന്ന് എഴുതപ്പെട്ടിരിക്കുന്ന ആ ശപിക്കപ്പെട്ട മരണം വരിച്ചുകൊണ്ട് ദൈവമായ കർത്താവ് ഏറ്റവും അവമാനിതനായി. എന്തിനാണ്? അധപതിച്ച മനുഷ്യരെ വീണ്ടും ആ ജീവൻ്റെ പറുദീസ തുറക്കപ്പെടാൻ വേണ്ടി ദൈവമായ കർത്താവ് ഏറ്റവും അവമാനിതനായി ദൈവം മനുഷ്യനായി ജനിച്ച് അടിമയെപ്പോലെ ദാസൻ്റെ രൂപം സ്വീകരിച്ച് അവിടുന്ന് നമുക്ക് വേണ്ടി കുരിശിൽ മരിക്കുകയാണ്. അങ്ങനെ സാത്താൻ്റെ അസൂയ തകർത്തുകൊണ്ട് അടയ്ക്കപ്പെട്ട സ്വർഗരാജ്യം ദൈവം നമുക്ക് വേണ്ടി തുറക്കുകയാണ് എളിമയിലൂടെ. നമുക്ക് നമ്മുടെ ജീവിതത്തിലേക്ക് ഒന്ന് കടന്നു വരാൻ, നമുക്ക് ഏതെങ്കിലും ഒരു പൊസിഷൻ ഉണ്ടെങ്കിൽ, ഒരു വലിയ പൊസിഷനാണെങ്കിൽ അവിടെ നിന്ന് താഴേക്ക് ഇറങ്ങി വരുവാൻ നമ്മെ സംബന്ധിച്ച് വളരെ ബുദ്ധിമുട്ടാണ്. നമുക്കും ആ ഈശോയുടെ മാതൃക സ്വീകരിച്ചുകൊണ്ട് നമുക്ക് ലഭിച്ചിരിക്കുന്ന ആ പൊസിഷനെ കർത്താവിനോട് കൂടെ ആയിരുന്നു കൊണ്ട് അഹങ്കാരം എന്ന തിന്മ നമ്മളെ കീഴ്പ്പെടുത്താതെ എളിമയിലൂടെ അനേകരെ സഹായിക്കുവാൻ നമുക്ക് ഓരോരുത്തർക്കും തയ്യാറാകാം. മത്തായിയുടെ സുവിശേഷത്തിൽ 3 13 മുതൽ 17 വരെയുള്ള തിരുവചനത്തിൽ അവിടെ ഈശോയുടെ ജ്ഞാനസ്നാനത്തെക്കുറിച്ച് പറയുകയാണ്. ഈ ജ്ഞാനസ്നാനത്തിൽ സ്വർഗം തുറക്കപ്പെടുന്നുണ്ട്, ആത്മാവ് പ്രാവിൻ്റെ രൂപത്തിൽ അവിടുത്തെ മേൽ വരുന്നുണ്ട്. പിതാവായ ദൈവം പറയാണ്, ഇവൻ എൻ്റെ പ്രിയപുത്രനാകുന്നു, ഇവനെ ഞാൻ പ്രസാദിച്ചിരുന്നു എന്നൊരു സ്വരം എല്ലാം ശ്രവിച്ച ശേഷം ഈശോയെ മത്തായിയുടെ സുവിശേഷം 4 1 മുതൽ 14 വരെയുള്ള തിരുവചനത്തിലും ലൂക്കായുടെ സുവിശേഷം 4 എല്ലാം പറയുന്നുണ്ട്, ദൈവത്തെ പിശാചിനാൽ പരീക്ഷിക്കപ്പെടാൻ വേണ്ടി പരിശുദ്ധാത്മാവ് അവിടുത്തെ നയിക്കുകയാണ് മരുഭൂമിയിലേക്ക്. ഈശോ അവിടെ ഒരു തീരുമാനമെടുത്തു, 40 ദിവസം ഉപവസിക്കുക. അപ്പോൾ പ്രലോഭകൻ ഏത് രൂപത്തിലാണ് വന്നത്? അപ്പം
മൃഗത്തിൻ്റെ രൂപത്തിൽ ഈശോയ്ക്ക് വിശന്ന് കഴിഞ്ഞപ്പോൾ ഈശോയുടെ അടുത്ത് വന്ന് ചോദിക്കുകയാണ്. മത്തായിയുടെ സുവിശേഷം 4-ാം അധ്യായം 3-ാം തിരുവചനത്തിൽ പ്രലോഭകൻ അവനെ സമീപിച്ച് പറഞ്ഞു, നീ ദൈവപുത്രനാണെങ്കിൽ ഈ കല്ലുകളോട് അപ്പമാകാൻ പറയാം. കണ്ടോ, എത്രയോ തന്ത്രപൂർവമാണ്. യേശു 40 ദിനരാത്രങ്ങൾ ഉപവസിച്ചു. അപ്പോൾ അവന് വിശന്നു. അപ്പം ഈശോയ്ക്ക് വിശന്ന് കഴിഞ്ഞപ്പോൾ ആ വിശപ്പിൻ്റെ രൂപത്തിൽ പ്രലോഭകൻ കർത്താവിനെ സമീപിക്കുകയാണ്. നമ്മുടെയൊക്കെ ജീവിതത്തിൽ നമ്മളൊക്കെ ഓരോ തീരുമാനങ്ങൾ എടുത്തു കഴിയുമ്പോൾ ഈശോയെ പ്രാപിക്കാൻ വേണ്ടി, കർത്താവുമായിട്ട് ഒന്നായി തീരുവാൻ വേണ്ടി, ചിലപ്പോൾ നമ്മൾ ഒരു നോയമ്പെടുത്ത് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ നമ്മളൊരു ധ്യാനം കൂടിയാൽ, അല്ലെങ്കിൽ മറ്റൊരേതുതരം തരത്തിൽ കർത്താവിനെ ഒരിക്കൽ നമ്മൾ അനുഭവിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഈ പാപാവസ്ഥയിൽ നിന്ന് നമ്മളൊന്ന് മാറാൻ തീരുമാനിക്കും. വിശുദ്ധ ലിഖിതത്തിലെല്ലാം കാണുന്നുണ്ട്, മനസ്സാന്തരപ്പെടുവിൻ. അപ്പം നമ്മുടെ മനസ്സിന് ഒരു മാറ്റം വരികയാണ്. ഇംഗ്ലീഷിൽ പറഞ്ഞാൽ യു ടേൺ എന്ന് നമുക്ക് പറയാം. യു ടേണിൽ നമ്മൾ വരുന്ന വഴിയെ നേരെ തിരിഞ്ഞ് മറ്റൊരു വഴിയെ വരികയാണ് ചെയ്തത്. അത്രമാത്രം നമുക്ക് മനസ്സിന് മാറ്റം വന്ന് കഴിയുമ്പോൾ, അങ്ങനെയൊരു അവസ്ഥയിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ ആദ്യം അറിയുന്നത് ആരാണ്? സാത്താനാണ്. പ്രലോഭകൻ അവിടുത്തെ പരീക്ഷിച്ചതുപോലെ നമ്മുടെ അടുത്തും വന്ന് നമ്മളെ ഏത് തിന്മയാണ് നമ്മളിൽ നിന്ന് മാറ്റാൻ ശ്രമിച്ചെങ്കിൽ അവൻ വളരെ തന്ത്രപൂർവ്വം നമ്മുടെ അടുത്ത് വന്ന് നമ്മളെ കീഴ്പ്പെടുത്താൻ നോക്കും. ഇവിടെ ഈശോ മത്തായിയുടെ സുവിശേഷം 4-ാം അധ്യായം 4-ാം തിരുവചനത്തിൽ ദൈവവചനം ഉദ്ധരിച്ചുകൊണ്ട് അവനെ പരാജയപ്പെടുത്തുകയാണ് ചെയ്തത്. ഈശോ പറയാണ്, മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല ദൈവത്തിൻ്റെ വായിന്ന് പുറപ്പെടുന്ന ഓരോ വാക്കുകൊണ്ടുമാണ് ജീവിക്കുന്നത് എന്ന് എഴുതപ്പെട്ടിരിക്കുന്നു എന്ന അവിശുദ്ധ വചനത്തിലൂടെ സാത്താനെ പരാജയപ്പെടുത്തുകയാണ് ചെയ്തത്. അപ്പം നമ്മുടെ ജീവിതത്തിൽ ഈ സാത്താനെ പരാജയപ്പെടുത്തണമെങ്കിൽ നമ്മളും അവിശുദ്ധ ലിഖിതങ്ങൾ നമ്മൾ അനുസരിക്കണം. അവിശുദ്ധ വചനങ്ങൾ നമ്മളിൽ ഉണ്ടായിരിക്കണം. നമ്മൾ തീരുമാനം എടുത്തു കഴിയുമ്പോൾ നമ്മളിലുള്ള തിന്മയുടെ ശക്തി, അശുദ്ധ ശക്തി നമ്മളെ വിട്ടുപോകും. അവിശുദ്ധ ജീവിതം നമ്മൾ നയിക്കാൻ ആഗ്രഹിക്കുമ്പോൾ ഇവിടെ പറയുകയാണ്, ലൂക്കായുടെ സുവിശേഷം 11-ാം അധ്യായം 24 മുതൽ 26 വരെയുള്ള തിരുവചനത്തിൽ, അശുദ്ധാത്മാവ് ഒരുവരെ വിട്ടുപോയാൽ വരണ്ട സ്ഥലങ്ങളിലൂടെ ആശ്വാസം തേടി അലഞ്ഞു നടക്കും. കണ്ടെത്താതെ വരുമ്പോൾ അവൻ പറയുന്നു, ഇറങ്ങിപ്പോകുന്ന ഭവനത്തിലേക്ക് തന്നെ ഞാൻ തിരിച്ചു ചെല്ലും. തിരിച്ചു വരുമ്പോൾ ആ വീട് അടിച്ചു വാരി സജ്ജീകരിക്കപ്പെട്ടതായി കാണുന്നു. നമ്മളൊക്കെ തീരുമാനങ്ങളൊക്കെ എടുത്ത് നല്ലൊരു കുമ്പസാരമൊക്കെ നടത്തി വിശുദ്ധ കുർബാനയൊക്കെ സ്വീകരിച്ച് ആ വിശുദ്ധിയോടെ ജീവിക്കുമ്പോൾ നമ്മൾ അടിച്ചു വാരി ശുദ്ധീകരിക്കപ്പെട്ടതായി അവന് കാണുന്നു. അപ്പോൾ അവൻ പോയി തന്നേക്കാൾ ദുഷ്ടരായ മറ്റ് 7 അശുദ്ധാത്മാക്കളെ കൂടി കൊണ്ടുവന്ന് അവിടെ പ്രവേശിച്ച് വാസം ഉറപ്പിക്കുന്നു. അങ്ങനെ ആ മനുഷ്യൻ്റെ സ്ഥിതി ആദ്യത്തിനേക്കാൾ മോശമായിത്തീരുന്നു. അതുകൊണ്ട് ആത്മീയ ജീവിതം നയിക്കുന്ന നമ്മൾ ഓരോരുത്തരും ശ്രദ്ധിക്കേണ്ട കാര്യമാണ്, സാത്താന് പല പ്രലോഭനങ്ങളുമായിട്ട് നമ്മുടെ അടുത്ത് വരും. അവിടെയൊന്നും നമ്മൾ വീണ് പോകുന്നില്ലെങ്കിൽ തന്നേക്കാൾ ദുഷ്ടരായ 7 അശുദ്ധ ശക്തികളെ കൂടെ കൊണ്ടുവന്ന് നമ്മളെ കീഴടക്കാൻ ശ്രമിക്കുന്നു. ഈശോ പറയാണ്, ലൂക്കായുടെ സുവിശേഷം 9-ാം അധ്യായം 1-ാം തിരുവചനത്തിൽ, ദൈവമായ കർത്താവ് അപ്പസ്തോലന്മാരെ വിളിച്ച് തൻ്റെ ശുശ്രൂഷകളെല്ലാം അവരെ ഏൽപ്പിച്ചിട്ട് സകല പിശാചുക്കളുടെ മേലുള്ള അധികാരം അവർക്ക് നൽകിയെങ്കിൽ, ജ്ഞാനസ്നാനത്തിലൂടെ നമ്മളെ വിളിക്കുന്നത് 1 പത്രോസ് 2-ാം അധ്യായം 9-ഉം 10-ഉം തിരുവചനത്തിൽ, നിങ്ങൾ തിരഞ്ഞെടുക്കപ്പെട്ട വംശവും രാജകീയ പുരോഹിത ജനവും വിശുദ്ധ ജനതയുമാണ്. അപ്പം നമ്മൾ രാജകീയ പുരോഹിതരാകാൻ വിളിക്കപ്പെട്ട നമുക്ക് ആ സാത്താൻ്റെ മേലുള്ള അധികാരം ദൈവം തന്നിട്ടുണ്ട്. ഇവിടെ ഈ 7 അശുദ്ധാത്മാക്കളെ കൊണ്ടുവന്നാലും മർക്കോസ് 9:29 തിരുവചനത്തിൽ പറയുന്നുണ്ട്, പ്രാർത്ഥനയും ഉപവാസം കൊണ്ടല്ലാതെ ഈ വർഗം വിട്ടുപോകുകയില്ലെന്നപ്പം പ്രാർത്ഥനയും ഉപവാസവും കൊണ്ട് ഈ വർഗത്തെ നമുക്ക് കീഴ്പ്പെടുത്തിക്കൊണ്ട് നമ്മളിൽ അടിച്ചു വാരപ്പെട്ട ആ സ്ഥലം വിശുദ്ധമാക്കാം. 1 യോഹന്നാൻ 2:14 വചനത്തെ പറയുന്നുണ്ട്, യുവാക്കന്മാരെയും യുവതികളെയും നിങ്ങൾ ശക്തന്മാരാണ്, എന്തെന്നാൽ ദൈവത്തിൻ്റെ വചനം നിങ്ങളിൽ വസിക്കുന്നു, നിങ്ങൾ ദുഷ്ടനെ കീഴടക്കിയിരിക്കുന്നു, ദുഷ്ടനെ ജയിക്കുകയും ചെയ്തിരിക്കുന്നു. എങ്ങനെയാണ് ദുഷ്ടനെ ജയിക്കണമെങ്കിൽ, അശുദ്ധാത്മാക്കളെ കീഴ്പ്പെടുത്തണമെങ്കിൽ
ദൈവത്തിൻ്റെ വചനം നമ്മളിൽ വസിക്കണം. ദൈവത്തിൻ്റെ വചനം നമ്മളിൽ മാംസമാകണം. ദൈവത്തിൻ്റെ വചനം എങ്ങനെയാണ് നമ്മളിൽ മാംസമാകുന്നതോ ഓരോ വചനവും നമ്മൾ പാലിക്കുന്നത് വഴി ആ കർത്താവിൻ്റെ വചനം നമ്മളിൽ മാംസമാവുകയും നമ്മൾ ഓരോരുത്തരും ശക്തരാകുകയും ചെയ്യുകയാണ്. വിശുദ്ധ അൽഫോൻസ് ലിഗോരി പറയുന്നുണ്ട്, സാത്താന് നമ്മളെ പാപം ചെയ്യിപ്പിച്ച് അവന് നേരിട്ട് നമ്മളെ ഒരിക്കലും നരകത്തിലേക്ക് നയിക്കാൻ സാധിക്കത്തില്ല. മറിച്ച് നമ്മുടെ കണ്ണുകളെ അവൻ അന്ധമാക്കുന്നു. എന്നിട്ട് അന്ധമായി കഴിയുമ്പോൾ നന്മയും തിന്മയും നമുക്ക് തിരിച്ചറിയാൻ സാധിക്കാതെ വരുന്നു. അങ്ങനെ നമ്മൾ ഓരോരുത്തരും പാപത്തിലേക്ക് വീഴുകയും അതുവഴി നമ്മൾ നരകത്തിലേക്ക് പോവുകയും ചെയ്യുന്നു. അതാണ് വിശുദ്ധ പൗലോസ്ലീഹ 2 കൊരിന്തോസ് 4:4 നമ്മളെ ഉദ്ബോധിപ്പിക്കുന്നത്. ഈ ലോകത്തിൻ്റെ ദേവൻ അവിശ്വാസികളായ അവരുടെ മനസ്സിനെ അന്ധമാക്കിയിരിക്കുന്നു. തന്നിമിത്തം ദൈവത്തിൻ്റെ പ്രതിരൂപമായ ക്രിസ്തുവിൻ്റെ മഹത്വമേറിയ സുവിശേഷത്തിൻ്റെ പ്രകാശം അവർക്ക് ദൃശ്യമല്ല. ഇത് പറയുകയാണ്, ഈ ലോകത്തിൻ്റെ ദേവൻ നമ്മുടെ ഈ കണ്ണുകളെ അന്ധമാക്കിയതുകൊണ്ട് ആ ദൈവത്തിൻ്റെ മഹത്വമേറിയ നിഗൂഢമായ രഹസ്യങ്ങൾ നമുക്ക് ഗ്രഹിക്കാൻ സാധിക്കാതെ വരുന്നു. അതുവഴി നമ്മൾ ഓരോരുത്തരും ബ്ലൈൻഡായി പോകുന്നു. ഇതാണ് വിശുദ്ധ പൗലോസ്ലീഹ എഫെസൂസ്യർക്ക് ലേഖനം 1:18 ഏത് തരത്തിലുള്ള പ്രത്യാശയിലേക്കാണ് അവിടുന്ന് നിങ്ങളെ വിളിച്ചിരിക്കുന്നത് അറിയാനും വിശുദ്ധർക്ക് അവകാശമായി അവിടുന്ന് വാഗ്ദാനം ചെയ്തിരിക്കുന്ന മഹത്വത്തിൻ്റെ സമൃദ്ധി മനസ്സിലാക്കുവാനും നിങ്ങളുടെ ആന്തരിക നേത്രങ്ങളെ അവിടുന്ന് പ്രകാശിപ്പിക്കട്ടെ എന്ന്. അപ്പം നമ്മുടെ ആന്തരിക നേത്രങ്ങളെ ദൈവം പ്രകാശിപ്പിച്ചാൽ മാത്രമേ ആ ദൈവീക രഹസ്യങ്ങൾ നമുക്ക് കാണുവാനും സാത്താൻ എന്താണ്, അവൻ്റെ പ്രവർത്തനങ്ങൾ എന്താണെന്ന് മനസ്സിലാക്കുവാനും വിശുദ്ധിയും അശുദ്ധിയും തമ്മിൽ തിരിച്ചറിയുവാനും നമുക്ക് കഴിയുകയുള്ളൂ. അതുകൊണ്ട് ദൈവത്തോട് നമുക്ക് എന്നും പ്രാർത്ഥിക്കാം, കർത്താവേ, അങ്ങയെ ദർശിക്കുവാൻ, നന്മയും തിന്മയും വേർതിരിച്ചറിയുവാനുള്ള ആ വിവേചനാവരം, ഡിസൈൻമെൻറ്റ് ലഭിക്കുവാൻ കർത്താവേ ഞങ്ങളുടെ കണ്ണുകളെ തുറക്കണമേ എന്ന്, ആന്തരിക നേത്രങ്ങളെ പ്രകാശിപ്പിക്കണമേ എന്ന്. അതുകൊണ്ട് എപ്പോഴും 1 പത്രോസ് 5:8 പറയുന്നുണ്ട്, നിങ്ങൾ സമചിത്തതയോടെ ഉണർന്നിരിക്കുവിൻ. നിങ്ങളുടെ ശത്രുവായ പിശാച് അലറുന്ന സിംഹത്തെ പോലെ ആരെ വിഴുങ്ങണമെന്ന് അന്വേഷിച്ച് ചുറ്റി നടക്കുന്നു. അപ്പം നമ്മൾ ആത്മീയ ജീവിതം നയിക്കുന്ന ഓരോ വ്യക്തികളും എപ്പോഴും കണ്ണിങ് ആയിരിക്കണം. സമചിത്തതയോടെ നമ്മൾ ഉണർന്നിരിക്കണം. നമ്മൾ ശ്രദ്ധാലുക്കളായിരിക്കണം. നാം എത്രമാത്രം ജാഗരൂകത പാലിച്ചാലും ദൈവമായിട്ട് ഐക്യപ്പെട്ട് നാം ജീവിക്കുമ്പോഴും സാത്താന് നമ്മുടെ ജീവിതത്തിൽ അസൂയ തോന്നും. പല മനുഷ്യരുടെയും പരാതി ഇതാണ്, എന്തുകൊണ്ടാണ് ഞങ്ങൾ ദൈവത്തെ ഇത്രമാത്രം വിളിച്ചപേക്ഷിച്ചിട്ടും പ്രാർത്ഥിച്ചിട്ടും ഞങ്ങളുടെ ജീവിതത്തിൽ ഇങ്ങനെ പ്രശ്നങ്ങളുണ്ടാകുന്നത്? ഒരു പക്ഷേ നമ്മൾ ദൈവവുമായിട്ട് ഏറ്റവും ഐക്യപ്പെട്ടിരിക്കുന്ന സമയമായിരിക്കാം. ചിലപ്പോൾ മാരകരോഗം നമ്മുടെ ജീവിതത്തിൽ വന്നുപെടാം. ചിലപ്പോൾ ആക്സിഡൻറ്റിലൂടെ ആരെങ്കിലും മരണപ്പെട്ടേക്കാം. കടബാധ്യതകൾ കയറി വരാം. കുടുംബസമാധാനങ്ങൾ തകർന്നുപോകുന്ന അവസരങ്ങളിലൂടെ നാം കടന്നു പോകുമ്പോൾ നമുക്ക് ഉണ്ടാകുന്ന ഒരു ചോദ്യമാണ്, എന്തുകൊണ്ടാണ് ഞങ്ങളുടെ ജീവിതത്തിൽ ഞങ്ങൾ ദൈവത്തെ ഇത്രമാത്രം വിളിച്ചപേക്ഷിച്ചിട്ടും ഇങ്ങനെ സംഭവിച്ചതെന്ന്. നമുക്ക് ജോബിൻ്റെ ജീവിതത്തിലൂടെ ഒന്ന് കടന്നു പോകാം. ജോബിൻ്റെ പുസ്തകം 1-ാം അധ്യായം 6 മുതൽ 12 വരെയുള്ള തിരുവചനത്തിൽ, ഒരു ദിവസം ദൈവപുത്രന്മാർ കർത്താവിൻ്റെ സന്നിധിയിൽ വന്നു ചേർന്നു. സാത്താനും അവരോടുകൂടി വന്നു. കർത്താവ് സാത്താനോട് ചോദിച്ചു, നീ എവിടെ നിന്ന് വരുന്നു? ഞാൻ ഭൂമിയിലാകെ ചുറ്റി സഞ്ചരിച്ചിട്ട് വരികയാണെന്ന് അവൻ മറുപടി പറഞ്ഞു. കർത്താവ് വീണ്ടും അവനോട് ചോദിച്ചു, എൻ്റെ ദാസനായ ജോബിനെ നീ ശ്രദ്ധിച്ചുവോ? അവനെപ്പോലെ സത്യസന്ധനും നിഷ്കളങ്കമാനും ദൈവത്തെ ഭയപ്പെട്ട് തിന്മയിൽ നിന്ന് അകന്നു ജീവിക്കുന്നവനുമായി ഭൂമുഖത്ത് ആരെങ്കിലും ഉണ്ടോ? സാത്താൻ ചോദിച്ചു, ജോബ് ദൈവത്തെ ഭയപ്പെടുന്നത് വെറുതെയാണോ? അങ്ങ് അവനും അവൻ്റെ ഭവനത്തിനും സമ്പത്തിനും ചുറ്റും വേലി കെട്ടി സുരക്ഷിതത്വം നൽകി. അവൻ്റെ പ്രവൃത്തികളെ അനുഗ്രഹിച്ചു. അവൻ്റെ സമ്പത്ത് വർദ്ധിപ്പിക്കുകയും ചെയ്തു. അവൻ്റെ സമ്പത്തിന്മേൽ കൈവച്ചാൽ അവൻ അങ്ങേ ദുഷിക്കുന്നത് കാണാം. കർത്താവ് സാത്താനോട് പറഞ്ഞു, അവനുള്ള സകലത്തിന്മേൽ ഞാൻ നിനക്ക് അധികാരം നൽകുന്നു, എന്നാൽ അവനെ മാത്രം ഉപദ്രവിക്കരുത്. ഇത് കേട്ട സാത്താൻ കർത്താവിൻ്റെ സന്നിധിയിൽ നിന്ന് പോയി.
ജോബിനെ കുറ്റപ്പെടുത്താൻ വേണ്ടി സാത്താൻ ദൈവത്തിൻ്റെ അടുത്ത് പോയി പറയുകയാണ്, അങ്ങ് അവന് എല്ലാ അനുഗ്രഹങ്ങളും കൊടുത്തിരിക്കുന്നത് കൊണ്ടല്ലേ അവൻ അങ്ങേ വിളിച്ചപേക്ഷിക്കുന്നത്. അങ്ങ് അവനെ ഒന്ന് തൊട്ടാൽ, അവൻ്റെ മേൽ കൈവച്ചാൽ അവൻ്റെ സ്വഭാവം മാറുന്നത് കാണാം എന്ന്. ഈശോയിൽ പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതത്തിൽ ഇങ്ങനെ കഷ്ടപ്പാടുകൾ ഉണ്ടാകുമ്പോൾ നാം ദൈവത്തെ പഴിക്കുന്നവരാണോ, നാം കുറ്റം പറയുന്നവരാണോ, നിരാശരാകുന്നവരാണോ, ദൈവത്തെ ഉപേക്ഷിച്ച് നമ്മൾ അന്യദേവന്മാരുടെ പുറകെ പോകുന്നവരാണോ? ദൈവമായ കർത്താവിനോട് സാത്താൻ പോയി ചോദിക്കുമ്പോൾ ദൈവം നമ്മളെക്കുറിച്ച് സ്വർഗത്തിൽ അഭിമാനിക്കുന്ന സമയത്തും സാത്താൻ അവിടുത്തെ ചലഞ്ച് ചെയ്യുമ്പോൾ ചിലപ്പോൾ ദൈവമായ കർത്താവ് നമ്മളെയും വിട്ടുകൊടുക്കും, നമ്മളെ ഒന്ന് പരീക്ഷിക്കാൻ വേണ്ടി, നാം എങ്ങനെയുണ്ട് എന്ന് അറിയാൻ വേണ്ടി. നമ്മുടെ ജീവിതത്തിൽ വേദനകളും കഷ്ടപ്പാടുകളും ദുരിതങ്ങളും ആർക്കും നമ്മളെ സഹായിക്കാൻ പറ്റാത്ത അവസ്ഥകളിലൂടെയും നാം കടന്നു പോകുമ്പോൾ ഒരിക്കലും നാം ദൈവത്തെ പഴിചാരാതെ ദൈവത്തെ മഹത്വപ്പെടുത്തുകയാണെങ്കിൽ, ഇവിടെ ജോബ് പറയുന്നുണ്ട്, ദൈവം തന്നു, ദൈവം എടുത്തു, ദൈവത്തിൻ്റെ നാമം മഹത്വപ്പെടട്ടെ എന്ന്. ഇത് വലിയൊരു ആത്മീയ ശക്തിയാണ്. ഈ സമയത്ത് ദൈവം നമ്മുടെ മുഖത്തേക്ക് നോക്കും, സാത്താൻ ദൈവത്തിൻ്റെ മുഖത്തേക്കും നോക്കുന്ന സമയമാണ് നമ്മളെ പരീക്ഷിക്കുമ്പോൾ. അതുകൊണ്ട് പരീക്ഷണങ്ങൾ ഉണ്ടാകുമ്പോൾ നമുക്ക് ദൈവത്തിന് നന്ദി പറയാം. അങ്ങനെ നമ്മുടെ ആത്മീയ ശക്തി വർദ്ധിക്കുവാൻ ഇടയാകട്ടെ. റോമാക്കർക്കെഴുതിയ ലേഖനം 5-ാം അധ്യായം 1 മുതൽ 5 വരെയുള്ള തിരുവചനത്തിൽ, എന്തെന്നാൽ കഷ്ടത സഹനശീലവും, സഹനശീലം ആത്മധൈര്യവും, ആത്മധൈര്യം പ്രത്യാശയും ഉളവാക്കുന്നു. കഷ്ടത നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുമ്പോൾ അവ നമ്മളെ സഹനശീലത്തിലേക്ക് നയിക്കും. ഈ സഹനശീലം ആത്മധൈര്യമായിട്ട്, ആത്മീയ ശക്തിയായിട്ട് മാറും. അതുകൊണ്ട് സാത്താൻ നമ്മളെ പരീക്ഷിക്കുമ്പോൾ നാം അടിപതറാതെ ദൈവത്തോട് വിശ്വസ്തത ഉള്ളവരായി നിൽക്കുവാൻ വിശുദ്ധ ഗ്രന്ഥം നമ്മെ പഠിപ്പിക്കുകയാണ്. അതുകൊണ്ട് നമുക്കുണ്ടാകുന്ന ഓരോ സഹനങ്ങളും ദൈവസ്നേഹത്തെ പ്രതി സന്തോഷപൂർവ്വം നാം എടുക്കുകയാണെങ്കിൽ നാം ശക്തി പ്രാപിക്കും. ഇവിടെ പറയാണ് 2 കൊരിന്തോസ് 9-ാം അധ്യായം 7-ാം തിരുവചനത്തിൽ, ദൈവം സ്നേഹിക്കുന്നത് സന്തോഷപൂർവ്വം നൽകുന്നവനെയാണ്. നാം സന്തോഷത്തോടെ അവിടത്തേക്ക് നൽകിയാൽ ദൈവം നമ്മളെ സ്നേഹിക്കും, നമ്മുടെ ആത്മീയ ശക്തി വർദ്ധിക്കുകയും ചെയ്യും. സാത്താനെ സംബന്ധിച്ച് അവന് എളിമപ്പെടാനോ, ക്ഷമ ചോദിക്കാനോ, തെറ്റുകൾ ഏറ്റുപറയുവാനോ, അപമാനം സഹിക്കാനോ സാധിക്കുകയില്ല. നമ്മളിലേക്കൊന്ന് കടന്നു വരിക. നമുക്ക് എളിമപ്പെടാനുള്ള സാഹചര്യങ്ങൾ ഉണ്ടാകുമ്പോൾ എളിമപ്പെടാൻ നമ്മൾ തയ്യാറാണോ? നാം ഒരു തെറ്റ് ചെയ്തെങ്കിൽ ആ കുറ്റം നമ്മൾ ഏറ്റുപറയാൻ തയ്യാറാണോ? ക്ഷമിക്കാൻ നാം തയ്യാറാണോ? അവമാനങ്ങൾ ഉണ്ടാകുമ്പോൾ അവിടെ നിന്ന് ഓടി അകലുന്നവരാണോ നാം? ഈ സ്വഭാവങ്ങൾ നമ്മളിലുണ്ടെങ്കിൽ നമ്മുടെ ആദിമാതാപിതാക്കന്മാരിൽ നിന്ന് പൈതൃക സ്വത്തായിട്ട് നമുക്ക് ലഭിച്ചതാണോ ഇവയെല്ലാം? സാത്താൻ അവളെ വഞ്ചിച്ചു കഴിഞ്ഞപ്പോൾ ഭർത്താവിനോട് ദൈവം ചോദിക്കുന്നുണ്ട്, തിന്നരുതെന്ന് ഞാൻ കൽപ്പിച്ച പഴം നീ തിന്നു അല്ലേ ചോദിച്ചപ്പോൾ അവൻ പറയുകയാണ്, അങ്ങനെക്ക് കൂട്ടിന് തന്ന ആ സ്ത്രീയാണ് തന്നതെന്ന്. സ്ത്രീയോട് കർത്താവ് ചോദിച്ചപ്പോൾ അവൾ പറയുകയാണ്, സർപ്പം എന്നെ വഞ്ചിച്ചു, ഞാൻ പഴം തിന്നു എന്ന്. അപ്പോൾ പഴിചാരുന്ന ഒരു സ്വഭാവം നമുക്കുണ്ടോ? ഉണ്ടെങ്കിൽ അവയെല്ലാം നമുക്ക് അപ്പാടെ എടുത്തു മാറ്റാം. കാരണം പാപം എന്ന് പറഞ്ഞാൽ അത് വരുന്നത് സാത്താനിൽ നിന്നാണ്. 1 യോഹന്നാൻ 3-ാം അധ്യായം 8-ഉം 9-ഉം തിരുവചനത്തിൽ, പാപം ചെയ്യുന്നവൻ പിശാചെന്നുള്ളവനാണ്. എന്തെന്നാൽ പിശാച് ആദ്യം മുതലേ പാപം ചെയ്യുന്നവനാണ്. പിശാചിൻ്റെ പ്രവൃത്തികളെ നശിപ്പിക്കുന്നതിന് വേണ്ടിയാണ് ദൈവപുത്രൻ പ്രത്യക്ഷനായത്. പറയാണ്, പാപം ചെയ്താൽ നമ്മൾ പിശാചെന്നുള്ളവരാണ്. എന്തെന്നാൽ പിശാച് ആദ്യം മുതലേ പാപം ചെയ്യുന്നവനാണ്. 9-ാം വചനത്തെ പറയാണ്, ദൈവത്തിൽ നിന്ന് ജനിച്ച ഒരുവനും പാപം ചെയ്യുകയില്ല, കാരണം ദൈവചൈതന്യം അവനിൽ വസിക്കുന്നു. അവൻ ദൈവത്തിൽ നിന്ന് ജനിച്ചവനായതുകൊണ്ട് അവന് പാപം ചെയ്യാൻ സാധിക്കുകയില്ല. ഇതുവഴി ദൈവത്തിൻ്റെ മക്കളാരെന്നും പിശാചിൻ്റെ മക്കളാരെന്നും വ്യക്തമാണ്. അപ്പം നമ്മൾ പാപം ചെയ്താൽ
നമ്മുടെ മേലുള്ള ആധിപത്യവും അധികാരവും ആർക്കാണ്? സാത്താനാണ്. അപ്പം പാപകരമായ എല്ലാ സ്വഭാവങ്ങളും നമ്മളിൽ നിന്ന് എടുത്തു മാറ്റിയില്ലെങ്കിൽ സക്കറിയ പ്രവാചകൻ്റെ പുസ്തകം 3-ാം അധ്യായം 1 മുതൽ 8 വരെയുള്ള തിരുവചനത്തിൽ പ്രധാന പുരോഹിതനായ ജോഷുവ കർത്താവിൻ്റെ ദൂതൻ്റെ മുമ്പിൽ നിൽക്കുന്നതും സാത്താൻ അവനിൽ കുറ്റം ആരോപിക്കാൻ അവൻ്റെ വലത്ത് ഭാഗത്ത് നിൽക്കുന്നതും അവിടുന്ന് കാണിച്ചു തന്നു. ജോഷുവയെ കുറ്റം ആരോപിക്കാൻ വേണ്ടി. കാരണം ജോഷുവ മുഷിഞ്ഞ വസ്ത്രം ധരിച്ച് ദൂതൻ്റെ മുമ്പിൽ നിൽക്കുകയായിരുന്നു. എങ്ങനെയാണ് നമ്മളുടെ വസ്ത്രം മുഷിയുന്നത്? ദൈവമായ കർത്താവ് ജ്ഞാനസ്നാനത്തിലൂടെ നമ്മളെ ഏറ്റവും വിശുദ്ധമായ വെള്ള വസ്ത്രങ്ങൾ അണിയിച്ചിട്ടുണ്ട്. ഓരോ പാപവും ചെയ്യുന്നത് വഴി ഈ വിശിഷ്ട വസ്ത്രം, വെള്ള വസ്ത്രം മുഷിയുകയും സാത്താന് നമ്മുടെ മേലുള്ള ആധിപത്യം വർദ്ധിക്കുകയും അവൻ ദൈവദൂതൻ്റെ മുമ്പിൽ നമ്മെ കുറ്റം വിധിക്കാനായിട്ട് എത്തുകയും ചെയ്യും. അതുകൊണ്ട് ഓരോ പാപവും ചെയ്യുമ്പോൾ നാം ജാഗരൂകരായിരിക്കണം. അതിൽ നിന്ന് പരിപൂർണമായിട്ട് വിട്ടുപോരണം. അങ്ങനെ യെശയ്യാ പ്രവാചകൻ പറയുന്നത് 52-ാം അധ്യായം 1 മുതൽ 3 വരെയുള്ള തിരുവചനത്തിൽ പറയാണ്, സിയോനെ ഉണർന്ന് എഴുന്നേൽക്കുക, ശക്തി സംഭരിക്കുക, വിശുദ്ധ നഗരമായ ജെറുസലേമേ നിൻ്റെ മനോഹരമായ വസ്ത്രങ്ങൾ അണിയുക. ദൈവം നമുക്ക് തന്ന ആ മനോഹരമായ വസ്ത്രങ്ങൾ നമ്മൾ അണിഞ്ഞ് പറയണ അഭിഷേകനും അശുദ്ധനും മേലിൽ നിന്നിൽ പ്രവേശിക്കുകയില്ല. ബന്ധനസ്ഥയായ ജെറുസലേമേ പൊടിയിൽ നിന്ന് തട്ടിക്കുടഞ്ഞ് എഴുന്നേൽക്കുക. ബന്ധനസ്ഥയായ സിയോൻ പുത്രി നിൻ്റെ കഴുത്തിലെ കെട്ടുകൾ പൊട്ടിക്കുക. ഈ പാപകരമായ എല്ലാ ബന്ധനങ്ങളും നമ്മളിൽ നിന്ന് പൊട്ടിച്ചു കളഞ്ഞ് ആ വിശുദ്ധിയുടെ വസ്ത്രങ്ങൾ ധരിച്ച് സാത്താൻ നമ്മളെ കുറ്റം പറയാൻ വരുമ്പോൾ അവൻ നമ്മളിൽ കുറ്റം കാണാതിരിക്കുവാൻ നമ്മളെപ്പോഴും ജാഗരൂകരായിരിക്കണം. 1 യോഹന്നാൻ 5-ാം അധ്യായം 19-ാം തിരുവചനത്തിൽ യോഹന്നാൻ ശ്ലീഹ പറയുകയാണ്, ഈ ലോകം മുഴുവനും ദുഷ്ടൻ്റെ ശക്തി വലയത്തിലാണ്. ദുഷ്ടൻ്റെ ശക്തി വലയത്താൽ ഈ ലോകം മുഴുവൻ നിറഞ്ഞിരിക്കുകയാണ്. ഓരോ അന്തരീക്ഷത്തിനും ഓരോ ശക്തികളുണ്ട്. അപ്പം നമ്മുടെ അന്തരീക്ഷം, നമ്മൾ വസിക്കുന്ന സ്ഥലം പ്രാർത്ഥനാപൂരിതമാണെങ്കിൽ അവിടെ ദൈവിക സാന്നിധ്യം കൊണ്ട് നിറയ്ക്കും, നന്മ കൊണ്ട് നിറഞ്ഞിരിക്കും. അതേസമയം മദ്യവും മയക്കുമരുന്നും ഉള്ള അനേക പാപങ്ങളുള്ള ഒരു സ്ഥലത്താണ് നമ്മൾ പോയി കഴിയുന്നെങ്കിൽ നമുക്ക് പ്രാർത്ഥിക്കാൻ പാടായിരിക്കും. കാരണം അവിടുത്തെ ആ അന്തരീക്ഷ ശക്തി ശക്തനായിരിക്കും. നമ്മൾ ഈ ലോകം മുഴുവനും ദുഷ്ടൻ്റെ ശക്തി വലയത്തെ തകർക്കണമെങ്കിൽ നമ്മൾ 2 കരങ്ങളും ഉയർത്തി ദൈവത്തെ സ്തുതിക്കണം. എഫെസ്യർക്ക് ലേഖനത്തിൽ 6-ാം അധ്യായം 10 മുതൽ 20 വരെയുള്ള വചനത്തിൽ പറയുന്നുണ്ട്, നമ്മളൊരു ആത്മീയ സമരത്തിലാണ്. ഇവിടെ പറയണ അവസാനമായി കർത്താവിനും അവിടുത്തെ ശക്തിയുടെ പ്രാഭവത്തിനും കരുത്തുള്ളവരായിരിക്കും. സാത്താൻ്റെ കുടിലതന്ത്രങ്ങളെ എതിർത്ത് നിൽക്കുവാൻ ദൈവത്തിൻ്റെ എല്ലാ ആയുധങ്ങളും ധരിക്കുകയും. എന്തെന്നാൽ ഇവിടെ പറയുന്നുണ്ട്, സാത്താന് അനേക കുടിലതന്ത്രങ്ങളുണ്ട്. ഇവയെ നമ്മൾ എതിർത്ത് നിൽക്കണമെങ്കിൽ, ഇവയെ പരാജയപ്പെടുത്തണമെങ്കിൽ ദൈവത്തിൻ്റെ എല്ലാ ആയുധങ്ങളും നമ്മൾ ധരിക്കണം. എന്നിട്ട് പറയുന്നുണ്ട്, നമ്മൾ മാംസത്തിനും രക്തത്തിനും എതിരായിട്ടല്ല പൊരുതുന്നത്, പടവെട്ടുന്നത് പ്രഭുത്വങ്ങൾക്കും ആധിപത്യങ്ങൾക്കും ഈ അന്ധകാര ലോകത്തിൻ്റെ അധിപന്മാർക്കും സ്വർഗീയ ഇടങ്ങളിൽ വർത്തിക്കുന്ന തിന്മയുടെ ദുരാത്മാക്കൾക്കും എതിരായിട്ടാണ് പടവെട്ടുന്നത്. നമ്മുടെ യുദ്ധം മറ്റു വ്യക്തികൾക്കെതിരായിട്ട് അല്ല, സാത്താനും സ്വർഗീയ ഇടങ്ങളിൽ വർത്തിക്കുന്ന തിന്മയുടെ ദുരാത്മാക്കൾക്കും എതിരായിട്ടാണ്. സാത്താൻ്റെ ഡെഫിനിഷൻ തന്നെ അപ്പസ്തോല പ്രവർത്തനം 13-ാം അധ്യായം 10-ാം വചനമാണ്. അവൻ്റെ നിർവചനം എന്താണെന്ന് ചോദിച്ചാൽ, സാത്താൻ്റെ സന്താനമേ, സകല നീതിക്കും എതിരായവനെ, അവന് എവിടെ നീതിയുണ്ട് അതിനെതിരാണ്. ദുഷ്ടതയും വഞ്ചനയും നിറഞ്ഞവനെ, ദുഷ്ടനാണ് അവൻ, വഞ്ചനയും നിറഞ്ഞവനാണ്. ദൈവത്തിൻ്റെ നേർവഴികൾ ദുഷിപ്പിക്കുന്നതിൽ നിന്ന് നീ വിരമിക്കുകയില്ലേ? എവിടെ ദൈവത്തിൻ്റെ നേർവഴികളുണ്ടോ അവിടെ അവനെല്ലാം ദുഷിപ്പിക്കും. നമ്മൾ ഈശോയിലേക്ക് വന്നു കഴിയുമ്പോൾ, നന്മ പ്രവർത്തികൾ ചെയ്യുമ്പോൾ മറ്റുള്ളവർ നമ്മളെ ദുഷിച്ച് സംസാരിക്കുന്നത് ആ മറ്റു വ്യക്തികളല്ല, സാത്താന് അവരെ ഒരു ഉപകരണങ്ങളാക്കി നമ്മളെ ദുഷിപ്പിക്കുമ്പോൾ നമ്മളെന്ത് ചെയ്യും? ആ ദൈവീക പ്രവർത്തനങ്ങളും
നമ്മുടെ പ്രാർത്ഥനാ ജീവിതവും എല്ലാം നമ്മൾ ഇട്ടിട്ട് പഴയതിലേക്ക് പോകും. അതുകൊണ്ട് എപ്പോഴും നമ്മൾ ജാഗരൂകരായിരിക്കണം. മനുഷ്യൻ നല്ല വ്യക്തികളാണ്, ഏത് മനുഷ്യരാണെങ്കിലും നമ്മൾ ശത്രുക്കളെന്ന് കരുതുന്ന ചില വ്യക്തികളായിരിക്കാം, അവരെല്ലാവരും നല്ലവരാണ്. അവരിലൂടെ പൈശാചിക ശക്തികളാണ് വന്ന് ആക്രമിക്കുന്നത്. അപ്പോൾ ശരിക്കും നമ്മളൊക്കെ എന്ത് ചെയ്യും? നമുക്കെന്ത് സംഭവിക്കും? അവരോട് നമ്മുടെ ഹൃദയത്തിൽ വൈരാഗ്യം അല്ലെങ്കിൽ വിദ്വേഷം വരും. ഇത് അവൻ്റെ ഏറ്റവും വലിയ തന്ത്രമാണ്. നമ്മൾ കണ്ടു അവനെങ്ങനെയാണ് തന്ത്രപൂർവമാണ് നമ്മളെ ഓരോരുത്തരെയും വഴിതെറ്റിക്കുന്നത്, വഞ്ചിക്കുന്നത്. അപ്പം മറ്റു വ്യക്തികൾ നമ്മളെക്കുറിച്ച് മോശമായിട്ട് നമ്മൾ ചെയ്യാത്ത കാര്യങ്ങളൊക്കെ പറഞ്ഞുണ്ടാക്കുമ്പോൾ നമുക്കവരോട് ഹൃദയത്തിൽ വൈരാഗ്യവും വിദ്വേഷവും എല്ലാം വരും. ഈ സമയത്ത് സാത്താന് നമ്മളിൽ വാസമർപ്പിക്കാൻ പറ്റിയ ഒരു ഭവനം നമ്മൾ ഉണ്ടാക്കി കൊടുക്കുകയാണ്. അതാണ് ഹെബ്രായർ 12:14-16 വരെയുള്ള വചനത്തിൽ പറയാണ്, എല്ലാവരോടും സമാധാനത്തിൽ വർദ്ധിച്ച് വിശുദ്ധിക്ക് വേണ്ടി പരിശ്രമിക്കുവിൻ. വിശുദ്ധി കൂടാതെ ആർക്കും കർത്താവിനെ ദർശിക്കാൻ സാധിക്കില്ല. വിദ്വേഷത്തിൻ്റെ വേര് വളർന്ന് അശുദ്ധരാകാതിരിക്കാൻ ശ്രദ്ധിക്കുവിൻ. വിദ്വേഷം മൂലം പലരും അശുദ്ധരായി തീർന്നിട്ടുണ്ട്. എന്ന് പറയണ വിദ്വേഷത്തിൻ്റെ വേര് നമ്മളിലുണ്ടെങ്കിൽ അത് വളർന്ന് വലിയൊരു വൃക്ഷമായി ഈ വിദ്വേഷം നമ്മളെ ഒരു ചെങ്ങലയിട്ട പാപത്തിലേക്ക്, നരകത്തിലേക്ക്, സാത്താനിലേക്ക് നയിക്കുന്നു. അതാണ് നരകത്തിൻ്റെ അടിസ്ഥാനം എന്ന് പറഞ്ഞാൽ, നമ്മുടെ ഹൃദയത്തിൽ വിദ്വേഷവും വൈരാഗ്യവും ഉണ്ടെങ്കിൽ അവ നമ്മളെ നരകത്തിലേക്ക് നയിക്കും. അത് അവൻ്റെ തന്ത്രമാണ്. സമയം എഫെസസ് 3:14-21 വരണ വചനത്തിൽ സ്വർഗത്തിൻ്റെ ഫൗണ്ടേഷൻ അഥവാ സ്വർഗരാജ്യത്തിൻ്റെ അടിസ്ഥാനം എന്ന് പറഞ്ഞാൽ ദൈവസ്നേഹമാണ്. അവിടെ പറയാണ്, എല്ലാ വിശുദ്ധരോടുമൊപ്പം ക്രിസ്തുവിൻ്റെ സ്നേഹത്തിൻ്റെ നീളവും വീതിയും ഉയരവും ആഴവും നിങ്ങൾക്ക് ഗ്രഹിക്കാൻ ഇടയാകട്ടെ. അപ്പം ഈ സ്നേഹത്തിൽ വേരുപാകി നമ്മൾ അടിയുറച്ചാൽ അവ നമ്മളെ സകല വിശുദ്ധരോടുമൊപ്പം എത്തിക്കുന്നു. അപ്പോൾ സ്വർഗത്തിൻ്റെ അടിസ്ഥാനം എന്ന് പറഞ്ഞാൽ ദൈവസ്നേഹമാണ്, കൃപയാണ്. ഈ കൃപ അല്ലെങ്കിൽ ഗ്രേസ്, ദൈവസ്നേഹം നമ്മളെ ഒരു ചെങ്ങലയിട്ട് സ്വർഗരാജ്യത്തിലേക്ക്, ദൈവത്തിലേക്ക്, ഇറ്റേണൽ ലൈഫിലേക്ക് എത്തിക്കുന്നു. അതുകൊണ്ട് ആ സ്വർഗത്തിൻ്റെ അടിസ്ഥാനം എന്ന് പറഞ്ഞാൽ ദൈവസ്നേഹവും നരകത്തിൻ്റെ അടിസ്ഥാനം എന്ന് പറഞ്ഞാൽ വൈരാഗ്യം, വിദ്വേഷം എന്ന് വേണ്ട സകല പാപങ്ങളും നമ്മളിലുണ്ടെങ്കിൽ അവ നമ്മളെ അങ്ങോട്ട് നയിക്കും. അതുകൊണ്ട് നമ്മളെപ്പോഴും ജാഗരൂകരായിരിക്കണം. ഈ ആത്മീയ സമരത്തിൽ നമ്മൾ പരാജിതരാകരുത്. എപ്പോഴും നമ്മൾ ദൈവത്തിൻ്റെ എല്ലാ ആയുധങ്ങളും ധരിച്ച് സത്യം കൊണ്ട് അരമുറുക്കി, എന്താണ് സത്യം? വചനം കൊണ്ട് നമ്മൾ അരമുറുക്കി, നീതിയുടെ കവചം ധരിച്ച് വിശ്വാസത്തിൻ്റെ പരിശ എടുത്തുകൊണ്ട് അവനെതിരെ നമ്മൾ യുദ്ധം ചെയ്യണം. നമ്മളൊരിക്കലും പരാജിതരാകരുത്. യോഹന്നാൻ 8:44 വചനത്തിലെല്ലാം പറയുന്നുണ്ട്, അവന് നുണയനും നുണയുടെ പിതാവുമാണ്. യോഹന്നാൻ 10:10 പറയുന്നുണ്ട്, അവന് കൊലപാതകയാണ്, അവന് മോഷ്ടാവാണ്. മോഷ്ടിക്കാനും കൊല്ലുവാനും നശിപ്പിക്കുവാനുമാണ് കള്ളൻ വരുന്നത്. അവൻ മോഷ്ടാവാണ്, അവൻ കൊലപാതകയാണ്, അവന് കള്ളത്തരം മാത്രമേ ചെയ്യുള്ളൂ. അതുകൊണ്ട് നമ്മളെപ്പോഴും ജാഗരൂകരായിരിക്കണം. ഈ ഡെലിവറൻസിൻ്റെ കൃപ വന്നാലേ, അതായത് പൈശാചിക ശക്തികളെ യഥാർത്ഥത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചെങ്കിൽ മാത്രമേ നമുക്ക് ക്ഷമിക്കാൻ പറ്റത്തുള്ളൂ. കാരണം ഈ 2 കൊരിന്തോസ് 2:10-11 തിരുവചനത്തിൽ വിശുദ്ധ പൗലോസ്ലീഹ നമ്മോട് വലിയൊരു രഹസ്യം പറയാണ്, നിങ്ങൾ ക്ഷമിക്കുന്നവനോട് ഞാനും ക്ഷമിക്കുന്നു. ഞാൻ എന്തെങ്കിലും ക്ഷമിച്ചിട്ടുണ്ടെങ്കിൽ അത് യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ നിങ്ങൾക്ക് വേണ്ടിയാണ്. ഇത് സാത്താൻ നമ്മളെ കബളിപ്പിക്കാതിരിക്കാൻ വേണ്ടി അവൻ്റെ തന്ത്രങ്ങളെപ്പറ്റി നമ്മൾ അജ്ഞരല്ലല്ലോ. സാത്താൻ്റെ തന്ത്രങ്ങളെക്കുറിച്ച് നമ്മൾ അജ്ഞരായതുകൊണ്ടാണ് പലപ്പോഴും നമുക്ക് ക്ഷമിക്കാൻ പറ്റാതെ വരുന്നത്. ഇതെല്ലാം പറയുന്നുണ്ട്. മറ്റു വ്യക്തികളിലൂടെ നമ്മളെ സാത്താൻ അസ്വസ്ഥപ്പെടുത്തുമ്പോൾ നമ്മൾ എപ്പോഴും അവരെ പഴിചാരിക്കൊണ്ടിരിക്കുക, അവരെ കുറ്റം പറയും. അതുകൊണ്ട് നമുക്ക് അങ്ങനെയാകാതെ സാത്താനാണ് പ്രവർത്തിക്കുന്നുള്ളൊരു ബോധ്യം ഉണ്ടെങ്കിൽ, ആ ഡെലിവറൻസിൻ്റെ ഗിഫ്റ്റ് ഉണ്ടെങ്കിൽ നമുക്ക് മനസ്സിലാക്കും ഇന്ന വ്യക്തിയിലൂടെ ഇന്ന സമയത്ത് സാത്താനാണ് നമ്മളെ പ്രകോപിപ്പിക്കാൻ വേണ്ടി വരുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കിയാൽ നമുക്ക് അവരോട് ക്ഷമിക്കാൻ പറ്റും. അങ്ങനെ അവൻ്റെ തന്ത്രങ്ങളെ നമ്മളെ പരാജയപ്പെടുത്താൻ സാധിക്കും. അതുകൊണ്ട് നമ്മളെപ്പോഴും ആത്മീയ ജീവിതം നയിക്കുന്നവർ ജാഗരൂകരായിരിക്കുക.
അവനെയും അവൻ്റെ പ്രവർത്തനങ്ങളെയും എപ്പോഴും നമ്മൾ മനസ്സിലാക്കിയിരിക്കുക. 2 കൊരിന്തോസ് 11-14 തിരുവചനത്തിൽ പറയുന്നുണ്ട്, അത്ഭുതപ്പെടേണ്ട, പിശാച് പോലും പ്രഭാപൂർണനായി ദൈവദൂതനായ വേഷം കെട്ടാറുണ്ടല്ലോ എന്ന്. അപ്പം അവന് പലതരത്തിൽ വേഷങ്ങൾ കെട്ടും. വിശുദ്ധ ഫ്രാൻസിസ് അസ്സിസിയുടെ അടുത്ത് ക്രൂശിതനായ ഈശോയുടെ രൂപത്തിലാണ് വന്നത്. മനസ്സിലാക്കാൻ സാധിച്ചില്ല വിശുദ്ധ ഫ്രാൻസിസിന്. വിശുദ്ധ പാതിരാ പിയോയുടെ അടുത്ത് പലതരത്തിൽ പല വിശുദ്ധരുടെ രൂപങ്ങൾ ധരിച്ചു വന്നു. ക്രൂശിതനായ കർത്താവിൻ്റെ രൂപം ധരിച്ചു വന്നു. അങ്ങനെ പലതരത്തിൽ വന്നപ്പോഴും ചില പാപങ്ങൾ വിശുദ്ധ പാതിരാ പിയോയെ ആ സമയത്ത് അട്രാക്റ്റ് ചെയ്തു. അപ്പോൾ വിശുദ്ധ പാതിരാ പിയോയ്ക്ക് മനസ്സിലായി ഇത് യഥാർത്ഥ ദൈവമല്ല എന്ന്. വിശുദ്ധ ഫ്രാൻസിസ് അസ്സിസിയുടെ ഒരു സഹോദരനെ, ലയോ സഹോദരനെ ക്രൂശിതൻ്റെ രൂപത്തിൽ വന്ന് പലപ്പോഴും ഫ്രാൻസിസ് അസ്സിസിയിൽ നിന്ന് അകറ്റാൻ വേണ്ടി നല്ല നല്ല ഉപദേശങ്ങൾ കൊടുത്തു. എന്നിട്ടും ആ വിശുദ്ധനെ മനസ്സിലാക്കാൻ സാധിച്ചില്ല. അവസാനമാണ് ആ ക്രൂശിതനായ കർത്താവിൻ്റെ തിരുമുറിവുകൾ അവൻ്റെ കയ്യിലില്ല എന്ന് മനസ്സിലാക്കി കഴിഞ്ഞപ്പോഴാണ് അത് സാത്താനാണെന്ന് മനസ്സിലായത്. ഇതുകൊണ്ട് പ്രഭാപൂർണനായ വേഷം ധരിച്ച് നമ്മളുടെ ഇടയിൽ വരുമ്പോഴും നമ്മൾ വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കുക, അത് ദൈവദൂതനല്ല, സാത്താനാണ്. കാരണം ഏത് വേഷവും അവനെ കെട്ടാൻ സാധിക്കും. കാരണം ദൈവത്തിൻ്റെ എല്ലാ രഹസ്യങ്ങളും അവനറിയാം. എസെക്കിയേൽ പ്രവാചകനിലൂടെ നാം കണ്ടു 28-ാം അധ്യായത്തിൽ, ദാനിയേലിനേക്കാൾ വലിയ ബുദ്ധിമാനാണ് അവന്, ഒരു രഹസ്യവും അവനിൽ നിന്ന് മറഞ്ഞിരിക്കുകയില്ല. അപ്പം നമുക്ക് കൃപ വരുമ്പോൾ ആദ്യം മനസ്സിലാക്കുന്നത് ആരാണ്? സാത്താനാണ്. മർക്കോസിൻ്റെ സുവിശേഷം 1-ാം അധ്യായം 21 മുതൽ 28 വരെയുള്ള വചനത്തിലും, 5-ാം അധ്യായം 1 മുതൽ 20 വരെയുള്ള വചനത്തിലും, 9-ാം അധ്യായം 14 മുതൽ 29 വരെയുള്ള വചനത്തിലും ഈശോ നടന്നു പോയപ്പോഴേ അവർ വിളിച്ചു പറയാണ്, മഹോന്നതനായ ദൈവത്തിൻ്റെ പുത്ര യേശുവേ, അങ്ങൻ്റെ കാര്യത്തിൽ എന്തിന് ഇടപെടുന്നു എന്ന്. ഈശോവരെ ഉപദ്രവിക്കാൻ പോയില്ല, ഒന്നും ചെയ്തിട്ട് ഈശോ വെറുതെ നടന്നു പോയപ്പം ഈശോ ദൈവപുത്രനാണെന്നും നമുക്ക് കൃപയുണ്ടെങ്കിൽ ആദ്യം മനസ്സിലാക്കുന്നത് സാത്താനാണ്. അതാണ് യാക്കോബിൻ്റെ ലേഖനം 2-ാം അധ്യായം 19-ാം തിരുവചനത്തിൽ, ദൈവം ഏകനാണെന്ന് നീ വിശ്വസിക്കുന്നു, അത് നല്ലത് തന്നെ. പിശാചുക്കളും അങ്ങനെ തന്നെ വിശ്വസിക്കുന്നു, അവർ ഭയന്ന് വിറയ്ക്കുകയും ചെയ്യുന്നു. അപ്പം ദൈവത്തെ അവർ ഭയന്ന് വിറയ്ക്കുകയാണ്. നമുക്ക് അകൃപ വരുമ്പോൾ, നമ്മൾ പാപം ചെയ്യുമ്പോഴും ആദ്യം മനസ്സിലാക്കുന്ന നമ്മളല്ല, അവരാണ്. അതാണ് ന്യായാധിപന്മാരുടെ പുസ്തകം 16-ാം അധ്യായം 19-ഉം 20-ഉം തിരുവചനത്തിൽ ആ സാംസനെ കർത്താവിൻ്റെ കൃപ വിട്ടുപോയ കാര്യം സാംസൺ അറിഞ്ഞില്ല. അപ്പം നമുക്കും ഈ കൃപ വരുന്നതും മനസ്സിലാക്കാൻ സാധിക്കത്തില്ല, കൃപ പോകുന്നതും മനസ്സിലാക്കാൻ സാധിക്കത്തില്ല. അതുകൊണ്ട് എപ്പോഴും നമ്മൾ ജാഗരൂകരായിരിക്കണം. വിശുദ്ധ ജീവിതം നയിക്കാൻ ആഗ്രഹിക്കുന്ന എല്ലാ വ്യക്തികളും സാത്താനെയും അവൻ്റെ കുടിലതന്ത്രങ്ങളെക്കുറിച്ച് നല്ല അറിവുള്ളവരായിരിക്കണം. അല്ലെങ്കിൽ പലപ്പോഴും അവൻ നമ്മളെ തന്ത്രപൂർവ്വം പരാജയപ്പെടുത്തും, കീഴ്പ്പെടുത്തും. പരിശുദ്ധ കന്യാമറിയത്തോടെ നമുക്ക് പ്രത്യേകം മധ്യസ്ഥം വഹിക്കാം. അവനാണ് ഏറ്റവും എതിര് പരിശുദ്ധ കന്യാമറിയത്തോടാണെന്നാണ് വെളിപാട് പുസ്തകം 12-ാം അധ്യായം 15-17 വരെയുള്ള തിരുവചനത്തിൽ, സ്ത്രീയെ ഒഴുക്കിക്കളയാൻ സർപ്പം തൻ്റെ വായിൽ നിന്ന് നദി പോലെ ജലം അവളുടെ പിന്നാലെ പുറപ്പെടുവിച്ചു. അനേക വചനങ്ങൾ പരിശുദ്ധ കന്യാമറിയത്തിനെതിരെ പറയും. കാരണം 9-ാം പിയൂസ് മാർപ്പാപ്പ പറയുന്നുണ്ട്, സർപ്പത്തിന് സ്പർശിക്കാനാവാത്ത അവൾ നിത്യതയുടെ കനിയുള്ള ജീവൻ്റെ വൃക്ഷമാണ്. സർപ്പത്തിനോ പാപത്തിനോ പരിശുദ്ധ മറിയത്തെ സ്പർശിക്കാൻ പറ്റത്തില്ല. കാരണം അവൾ അമലോത്ഭവയാണ്, സ്വർഗാരോപിതയാണ്, നിത്യകന്യകയാണ്, ദൈവത്തിൻ്റെ അമ്മയാണ്. ഈ അമ്മയുടെ മധ്യസ്ഥം നമുക്ക് യാചിക്കാം. അതുവഴി നമ്മളെയും സാത്താനെ തൊടാനാവാത്ത വിധം ആ പരിപൂർണ വിശുദ്ധിയിലേക്ക് നമുക്ക് കടന്നു വരാം. ദൈവം നമ്മളെ മാമോദീസായിലൂടെ ധരിപ്പിച്ച ആ വിശുദ്ധ വസ്ത്രം നമുക്ക് ഏതെങ്കിലും തരത്തിൽ കറ വന്നാൽ ആ ദൈവവചനം ഉപയോഗിച്ച് നമുക്ക് ആ കറയെ കഴുകാം. അനുദിനം നമ്മൾ യോഹന്നാൻ 3-ഉം 5-ഉം തിരുവചനത്തിൽ വീണ്ടും ജനിക്കുന്നത് വഴി ഓരോ ദിവസവും പാപങ്ങൾ ഏറ്റുപറഞ്ഞ് കുമ്പസാരിക്കുന്നതിലൂടെ
നമ്മൾ അവിശുദ്ധ ജീവിതം വീണ്ടും നമുക്ക് നയിക്കാം. അങ്ങനെ സത്താൻ്റെ കുടിലതന്ത്രങ്ങളെ ചെറുത്ത് നിൽക്കുവാൻ നമ്മുടെ ആന്തരിക നേത്രങ്ങൾ തുറക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. നമുക്ക് പരിശുദ്ധ കന്യാമറിയത്തിൻ്റെ മധ്യസ്ഥം വഹിക്കാം. ഈശോമിശിഹായുടെ വാഗ്ദാനങ്ങൾക്ക് ഞങ്ങൾ യോഗ്യരാകുവാൻ സർവേശ്വരൻ്റെ പരിശുദ്ധ ദൈവമാതാവേ ഞങ്ങൾക്ക് അപേക്ഷിക്കണമേ. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും ആമേൻ.